സർക്കാർ സ്കൂളുകളിലെ ക്യാൻറ്റീൻ നടത്തിപ്പിനായി ടെൻഡർ വിളിക്കാതെ കായിക വകുപ്പ് കരാർ നൽകിയെന്ന് ആക്ഷേപമുയരുന്നു. ധനവകുപ്പ് നിഷ്കർഷിക്കുന്നതിലും അധിക തുക അനുവദിച്ച് സർക്കാരിന് ലക്ഷം കണ്ട് നഷ്ടമുണ്ടാക്കിയെന്നാണ് വിവരാവകാശ രേഖകൾ പുറത്തു പറയുന്നത്. ഇഷ്ടക്കാർക്ക് കായിക വകുപ്പ് വഴിവിട്ട് കരാർ നൽകിയെന്നാണ് ആരോപണം. 24 എക്സ്ക്ലൂസീവ്. സർക്കാർ നേരിട്ട് നടത്തുന്ന സ്പോർട്സ് സ്കൂളുകളായ തിരുവനന്തപുരം GV രാജ, കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ എന്നിവിടങ്ങളിലെ ഭക്ഷണ വിതരണ കരാറിലാണ് വൻ ക്രമക്കേട്. ടെൻഡർ വിളിക്കണമെന്ന നിയമം കാറ്റിൽ പറത്തി കായിക വകുപ്പ് കളമശ്ശേരിയിലെ പാച്ചൂസ് കിച്ചൺ എന്ന ഹോട്ടലിനാണ് ഈ രണ്ടിടങ്ങളിലെയും കരാർ നൽകിയത്. ടെൻഡർ വിളിച്ചില്ലെന്ന കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്ന വിവരാവകാശ രേഖയാണിത്. തീർന്നില്ല വഴിവിട്ട സഹായത്തിന്റെ കഥകൾ. കുട്ടിയൊന്നിന് ദിവസേന 300 രൂപ ഭക്ഷണത്തിനായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കായിക വകുപ്പ് ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഇത് തള്ളിയ ധനവകുപ്പ് 250 രൂപ നൽകാമെന്ന് അറിയിച്ചു. മറ്റെല്ലായിടങ്ങളിലും ഇത് പാലിച്ചപ്പോൾ പാച്ചൂസിന്റെ കാര്യത്തിൽ ഉത്തരവ് മറികടന്നു. സ്വന്തം നിലയ്ക്ക് 300 രൂപ നൽകാൻ തുടങ്ങി. 2022 നവംബർ മുതൽ ഇത്തരത്തിൽ ദിവസേന 12,000-ലധികം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടം. ഒരു ദിവസം ഈ 500ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഈ തൽപര കക്ഷികൾ കൊടുക്കുന്ന പണം കൊടുക്കണം. ഇത് ഖജനാവിൻ്റെ ഏറ്റവും വലിയൊരു അഴിമതിയല്ലേ? ഒന്നും ചെയ്യാത്ത ശമ്പളം പോലെ കൊടുക്കുന്നത് 3,20,000 രൂപയാണ്. തട്ടിപ്പിന് കായിക വകുപ്പിലെ ഉന്നതരുടെ ഒത്താശയെന്നും ആരോപണം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അത്രയേറെ ഗവൺമെൻറ്റിൽ സ്വാധീനമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാപനത്തിന് ഈ ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ ധനകാര്യ വകുപ്പിൻ്റെ ഓർഡറുകൾ ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? പല സ്പോർട്സ് സ്കൂളുകൾക്കും ഹോസ്റ്റലുകൾക്കും ഭക്ഷണത്തിന്റെ തുക അനുവദിക്കാത്ത കായിക വകുപ്പിന് പാച്ചൂസിനോട് മാത്രം എന്ത് താല്പര്യമെന്നാണ് ഉയരുന്ന ചോദ്യം. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24.